ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് നടന്ന ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ മനസ്സിലാക്കി നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് വേണ്ട നല്ലൊരു ബൈയിങ് നടന്നൊരു പോയിന്റ്, ഒരു ഹ്യൂജ് ഇമ്പൾസീവ് മൂവെങ്കിലും ബേസിക്കായിട്ട് നമുക്ക് കിട്ടണം. രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ട്രാപ്പൊക്കെ നടന്നതിന് ശേഷമുള്ള ഒരു ഓർഡർ ബ്ലോക്കൊക്കെയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് എൻട്രിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ്, ഇപ്പോൾ ഞാനൊരു ഈക്വൽ ലോസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സിംഗിൾ ക്യാൻ ലിക്വിഡിറ്റി ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏതാണെങ്കിലും ലിക്വിഡിറ്റി അവിടെ ഉണ്ടായാൽ മതി. ഓർഡർ ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കൺഫർമേഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള എൻട്രി എടുക്കുന്ന കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ ഈ ലിക്വിഡിറ്റി നമുക്ക് നോക്കാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ലൈവ് മാർക്കറ്റ് ചാർട്ടിൽ തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലേക്കായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ഇതുവരെയും പഠിപ്പിച്ച കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ചാർട്ടിലേക്ക്, ഇന്നത്തെ ലൈവ് മാർക്കറ്റ് ചാർട്ടിലേക്ക് തന്നെ നോക്കി പോകുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാനൊരു ഓർഡർ ബ്ലോക്ക് എങ്ങനെ നല്ലത് എടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ഞാൻ പറഞ്ഞ പോലെ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ഇവിടെ നടന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഹ്യൂജ് ബൈയിങ്, നല്ലൊരു ഇമ്പൾസീവ് മൂവ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 5 മിനിറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് മാത്രമായിരിക്കും ഇത് കാണാനായിട്ട് പറ്റുന്നത്. നല്ലൊരു ഇമ്പൾസീവ് മൂവിലെ ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് എല്ലാ സ്ട്രക്ചറിലും പോയിട്ട് ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഫെയിൽ ആവാനുള്ള സാധ്യത ഉണ്ടാവും. ഇവിടെ നിന്നാണ് നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളും ഓർഡർ ബ്ലോക്കും എല്ലാം ഉണ്ട്, ഇവിടെ ഫെയിൽ ആയതും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബൈയിങ്ങോ സെല്ലിങ്ങോ നടന്നൊരു പോയിൻ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക്, ഇന്നത്തെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല 5 മിനിറ്റിൽ നല്ലൊരു ബൈയിങ് നടന്നൊരു പോയിൻ്റാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതിനുശേഷം 1 മിനിറ്റിലേക്ക് ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റിൽ നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്യാൻഡിലൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ സ്വീപ്പ് ചെയ്ത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതേപോലെ ലാസ്റ്റത്തെ ഈ ഒരു സിംഗിൾ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് നല്ല രീതിയിൽ ബുള്ളിഷിലേക്ക് പോയേക്കുന്നത്. അതേപോലെ ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുവാണെങ്കിലും ഉണ്ട്. ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ലാസ്റ്റത്തെ ക്യാൻഡിൽ എടുക്കാം. ലാസ്റ്റത്തെ ക്യാൻഡിൽ ലോയിനും കൂടെ സ്വീപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഭാഗം മൊത്തം ഒന്ന് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ ഒരു 50% മാർക്ക് ചെയ്തിട്ടുണ്ട് ഓർഡർ ബ്ലോക്കിൻ്റെ. അതേപോലെ തന്നെ എല്ലാ പോയിൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലിക്വിഡിറ്റിൻ്റെ കൺഫർമേഷൻ കിട്ടണം. ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സെല്ലിംഗ് ആണ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം മാർക്കറ്റിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് സെല്ലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ആ പെട്ടെന്ന് തന്നെ റിവേഴ്സ് ആയി പോകാൻ സാധ്യത കൂടുതലായിരിക്കും. മെല്ലെ വരുന്ന ബിൽഡപ്പ് ആണെങ്കിലാണ് കുറച്ച് റിസ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റി കൺഫർമേഷൻ എടുക്കാം. ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആണെങ്കിൽ ഒരു ഈക്വൽ ഹൈസ് കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ എടുക്കാം. ഇവിടെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പോലെ ഒരു സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഫസ്റ്റ് ടാപ്പ് ചെയ്തു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഈ ഒരു 2 ക്യാൻഡിൽ തമ്മിലൊന്ന് നോക്കുക. നമ്മളിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി ഫസ്റ്റത്തെ ക്യാൻഡിലിൽ ഹൈനെ ലോയിനെ കട്ട് ചെയ്യാതെ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നു. അതിനുശേഷം അടുത്ത ക്യാൻഡിൽ വരുമ്പോൾ അതിൻ്റെ ലോയിനെ സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്കാൽപ്പിങ്ങിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ അപ്പ് സൈഡിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ എൻട്രി ഇങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഈ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ടും പറ്റും. ഒരു സ്കാൽപ്പിങ്ങിലെ സിമ്പിളായിട്ടുള്ള രീതിയാണത്, മോർണിംഗിൽ നോക്കുന്ന സ്ട്രാറ്റജിയാണത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഹൈനെയും കട്ട് ചെയ്തിട്ടില്ല, ലോയിനെയും കട്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഉള്ളിലാണ് ചെറിയൊരു ഡോജി ക്യാൻഡിൽ എന്ന രീതിയിലാണ് ഫോം ആയിരിക്കുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ആ ലിക്വിഡിറ്റിയിലേക്ക് വന്നു, ടാപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റിൽ ഓർഡർ ബ്ലോക്ക് കിട്ടി. അതിന് മുന്നേ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പ് ആണെന്ന ഒരു ഓർഡർ ബ്ലോക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓർഡർ ബ്ലോക്കിലേക്ക് വന്നപ്പോഴും നമുക്കൊരു ലിക്വിഡിറ്റി കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. എൻട്രി എടുക്കുക. അത്യാവശ്യം ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഒരു 1:3 എങ്കിലും മിനിമം പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത് ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ഇതുപോലെ ചെയ്തു പോയിട്ടുണ്ട് സ്ട്രാറ്റജിനെ പറഞ്ഞിട്ട്. അപ്പോൾ അത് മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ്. ഇതുപോലെ മാർക്കറ്റിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂവേഷൻ ആണെങ്കിലും റിവേഴ്സിലാണെങ്കിലും ഫിബിൻ്റെ ആണെങ്കിലും പല സ്ട്രാറ്റജീസും പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിലും ഇത് പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുകയാണെങ്കിലും ഓക്കെയാണ്, അതേ രീതിയിൽ തന്നെ ഓക്കെയാണ്. അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നോക്കുകയാണെങ്കിലും ഓക്കെയാണ്. ഇനിയിപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ്റെ സ്ട്രാറ്റജിൻ്റെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിലും ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെ ലിക്വിഡിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതുകൊണ്ട് അധികം വലിച്ചിട്ടാണ്ട് തന്നെ സിമ്പിളായിട്ട് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും കൂടെ ഒന്ന് മാക്സിമം ഷെയർ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.